എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ഓണം. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. എൻ്റെ ചാനൽ കാണുകയും സപ്പോർട്ട് ചെയ്യുകയും എന്നെ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണ എല്ലാ കൂട്ടുകാർക്കും വളരെയധികം താങ്ക്സ്. എല്ലാവർക്കും പ്രത്യേകം ഓണാശംസകൾ. എല്ലാവരും ഹാപ്പി അല്ലേ? അങ്ങനെ നമുക്ക് ഒരു പുതിയ ഓണം കൂടി ആഘോഷിക്കാം. അങ്ങനെ ഞാനിന്ന് എൻ്റെ ഓണാഘോഷ ഭാഗമായിട്ട് ഞാനിന്ന് ഉണ്ടാക്കുന്നത് കുറച്ച് ഇഞ്ചിക്കറിയും മാങ്ങാച്ചാറ്, നാരങ്ങാച്ചാർ ഇതൊക്കെയാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യണം. നാളത്തെ വീഡിയോയിൽ എൻ്റെ സദ്യവട്ടങ്ങൾ ഞാൻ കാണിക്കുന്നതായിരിക്കും. അതും കണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും താങ്ക് യു. അങ്ങനെ അച്ചാറൊക്കെ പാകമാക്കാം. ഇഞ്ചി, നാരങ്ങ, മാങ്ങ ഇതെല്ലാം അരിഞ്ഞ് റെഡിയാക്കി നമുക്ക് ആദ്യം എന്തുണ്ടാക്കണം? ആദ്യം ഞാൻ എന്തായാലും മാങ്ങയാണ് കേട്ടോ അച്ചാർ വെച്ചത്. മാങ്ങ ഇന്നലെ ഞാൻ ഉപ്പിട്ട് വെച്ചിരുന്നതുകൊണ്ട് മാങ്ങയാണ് അച്ചാർ വെച്ചത്. അങ്ങനെ മാങ്ങ അച്ചാറിന് വേണ്ടി എല്ലാം റെഡിയാക്കി വന്നപ്പോഴേക്കും വെളുത്തുള്ളി വശക്കിടാനൊന്നും ഞാൻ മറന്നുപോയി. അതുകൊണ്ട് വേറൊരു ചീനച്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് വെളുത്തുള്ളി വശക്കി ഇതിലോട്ടൊന്ന് തട്ടിയതിന് ശേഷം മാങ്ങാക്കറിയൊക്കെ അങ്ങ് വച്ചു റെഡിയാക്കി മാറ്റി വെച്ചു. അത് കഴിഞ്ഞ ശേഷം അടുത്ത് നമുക്ക് എന്തുണ്ടാക്കാം? ഇഞ്ചി കറി വയ്ക്കാം. ആദ്യം മാങ്ങാക്കറിയാണ് വെച്ചത്. ഇഞ്ചിക്കറിയാണ് വയ്ക്കാനുള്ളത്, പക്ഷേ ഞാൻ മാങ്ങാക്കറിയാണ് വെച്ചത്. മാങ്ങ ഒരുപാട് സമയം ഉപ്പിട്ട് വെച്ചത് അത് ചീത്തയായി പോവും. അതുകൊണ്ട് ഞാൻ ആദ്യം മാങ്ങാക്കറി വയ്ക്കാമെന്ന് ചോദിച്ചു. അങ്ങനെ മാങ്ങാക്കറിയൊക്കെ വച്ചു റെഡിയാക്കി മാറ്റി. അത് കഴിഞ്ഞ് ഇഞ്ചി അങ്ങോട്ട് തട്ടി റെഡിയാക്കാൻ തുടങ്ങി. അങ്ങനെ ഇഞ്ചിക്കറിക്ക് വേണ്ടി വറുത്തു. ഏകദേശം 3/4 ഭാഗത്തോളമായി. അത് കഴിഞ്ഞതാ നല്ലവണ്ണം കറക്കണം കേട്ടോ. നല്ലവണ്ണം കറുത്താലും നല്ല രസം ഉണ്ടാവും കാണാനായിട്ട്. അങ്ങനെ നല്ലവണ്ണം കറുത്തു. 2 കഷ്ണം വെളുത്തുള്ളിയൊക്കെ ഇട്ടു. അതിനാവശ്യമുള്ള പൊടി ഐറ്റംസൊക്കെ ഇട്ട് അത് ഓഫാക്കി കേട്ടോ. ഈ സമയമായപ്പോൾ ഓഫാക്കി. എന്നിട്ട് 1 സ്പൂണ് കായപ്പൊടിയൊക്കെ ഇട്ട് അതിനെയൊക്കെ റെഡിയാക്കി അരച്ച് കലക്കി റെഡിയാക്കി അതിനെ നമുക്കൊന്ന് കടുക് വറുത്ത് റെഡിയാക്കി വയ്ക്കാം. അങ്ങനെ ഇഞ്ചിക്കറി, സൂപ്പർ ടേസ്റ്റി ഇഞ്ചിക്കറി റെഡിയായി. നല്ല കുറുവി നല്ല കറുത്ത് വന്നാൽ ഇഞ്ചിക്കറിക്ക് ഒരു പ്രത്യേക ഗുണവും മണവും ഒക്കെ ഉള്ളു കേട്ടോ. അങ്ങനെ ഇഞ്ചിക്കറി റെഡിയായി. അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? നമ്മളെ നാരങ്ങയൊന്ന് അങ്ങോട്ട് അച്ചാർ വയ്ക്കാൻ തുടങ്ങാം. അങ്ങനെ നാരങ്ങ അച്ചാറിന് വേണ്ടിയുള്ള പരിപാടികളൊക്കെ തുടങ്ങി. വെളുത്തുള്ളിയൊക്കെ നേരത്തെ വശക്ക് റെഡിയാക്കി. മാങ്ങാക്കറിക്ക് പറ്റിയതുപോലെ ഇതിൽ പറ്റാൻ പാടില്ല. അങ്ങനെ നാരങ്ങയൊക്കെ തട്ടി. മാതള നാരങ്ങയാണ് കേട്ടോ. എനിക്ക് ചെറുനാരങ്ങയാണ് ഇഷ്ടം. ഇപ്രാവശ്യം മാതള നാരങ്ങ വെച്ചു. അങ്ങനെ മാതള നാരങ്ങ എല്ലാം റെഡിയായി. അതിനാവശ്യമുള്ള പൊടി ഐറ്റംസൊക്കെ ഇട്ടു. അതും ഏകദേശം റെഡിയായി കഴിഞ്ഞു. കായ ഇടുന്നത് കാണിക്കാൻ വിട്ടു. അങ്ങനെ കായ ഇട്ടു, ഉലുവപ്പൊടി ഇട്ടു. അങ്ങനെ മാതള നാരങ്ങ അച്ചാറും റെഡിയായി. അങ്ങനെ എല്ലാവർക്കും ഹാപ്പി ഓണം, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഓണാശംസകൾ. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ഓണം.